കേരള മൈനിംഗ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ മലബാർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മൈനർ മിനറലുകളുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM നിലപാട് പുനഃപരിശോധിക്കണമെന്നും ചന്ദ്രമോഹൻ ലുക്മാൻ കേസിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി നടപ്പാക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മലബാർ മേഖലയിൽ ബ്രിട്ടീഷ് ഭരണകാലം മുതൽ ചെറുകിട ധാതുക്കളുടെ ഉടമസ്ഥാവകാശം ഭൂവുടമയ്ക്കാണെന്ന നിയമവ്യവസ്ഥ നിലവിലുണ്ടായിരുന്നുവെന്ന് ക്വാറി ഉടമകൾ ചൂണ്ടിക്കാട്ടി. ഈ അവകാശം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് 2016-ൽ പാലക്കാട് സ്വദേശിനിയും ക്വാറി ഉടമയുമായ ത്രേസ്യാമ്മ സുപ്രീം കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തതായി അസോസിയേഷൻ വ്യക്തമാക്കി. തുടർന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളെ ചോദ്യം ചെയ്താണ് ചന്ദ്രമോഹൻ ലുക്മാൻ കേസ് ഹൈക്കോടതിയിലെത്തിയത്. കേസിൽ കഴിഞ്ഞ 15 വർഷമായി ക്വാറി ഉടമകളിൽ നിന്നും ഈടാക്കിയ റോയൽറ്റി തിരികെ നൽകണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഈ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് CPM നിലപാട് പുനഃപരിശോധിക്കണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം. വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മലബാർ മേഖലയിലെ മൈനർ മിനറലുകളുടെ ഉടമസ്ഥാവകാശം ഭൂ ഉടമക്കാണ് ജന്മിക്കാണ് എന്ന ചരിത്രസിദ്ധമായ വിധി പ്രസ്താവിക്കുകയുണ്ടായി. ഈ വിധിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ത്രേസ്യാമ്മ കേസിലെ വിധിയെ തുടർന്നാണ് ഇങ്ങനൊരു വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. റോയൽറ്റി ഉൾപ്പെടെയുള്ള ഞങ്ങളിൽ നിന്നും ഈ ഉടമകളിൽ നിന്നും വ്യവസായികളിൽ നിന്നും ഈടാക്കിയ റോയൽറ്റിയും പെനാൽറ്റി ഉൾപ്പെടെ തിരിച്ചു നൽകണം, അവർക്ക് തിരിച്ചു നൽകണം. അത് 3 മാസത്തിനകം തിരിച്ചു നൽകണം എന്നാണ് ഹൈക്കോടതി വിധിച്ചിട്ടുള്ളത്. കൺവെൻഷൻ സുപ്രീം കോടതി സീനിയർ അഭിഭാഷകൻ MKS മേനോൻ ഉദ്ഘാടനം ചെയ്തു. അത് വീതിച്ചു കൊടുക്കാതെ കണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ക്ലെയിം ചെയ്യാം. പക്ഷെ ആർക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പോലും ആ കിട്ടിയിരിക്കുന്നവനാണ് അവകാശം. ഇത്ര പോലും മനസ്സിലാക്കാതെ ഒത്തിരി ജഡ്ജ്മെന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനെല്ലാം ഒരു 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 അവസാനം കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജഡ്ജ്. അതിൽ ആദ്യ റൗണ്ടിൽ ഇവിടെ ഫുൾ ബെഞ്ച് കേരള ഫുൾ ബെഞ്ചിൽ വന്നു. അതിന് മുമ്പേ ഇത് പല ജഡ്ജിമാരുടെ മുമ്പിലും ആ സമയത്ത് ഒരു പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് 1961 എഴുതിയിരിക്കുന്ന 3 ജഡ്ജിമാർ ചേർന്ന ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു പ്രോബ്ലം ഉണ്ടായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് MK ബാബു അധ്യക്ഷത വഹിച്ചു. ബാബ താമരശ്ശേരി, പ്രിൻസ് എബ്രഹാം, അലക്സ് പെരുമാലി, PJ ജോഷി, SMK മുഹമ്മദ് അലി തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.